ഹലോ, വെൽക്കം ടു ട്രാവൽഡം, വെൽക്കം ടു ഡാർജിലിംഗ് ആസ് വെൽ. ഇവിടെ ചായക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയായിരുന്നു. സ്വാഭാവികമായും ഹിൽ സ്റ്റേഷൻ ആണല്ലോ, പക്ഷേ ഇത്രയും ഒരു പെർട്ടിക്കുലർ ആയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഫ്ലഷ്, സെക്കൻഡ് ഫ്ലഷ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ടീ ലവർ അല്ല, എനിക്ക് ചായനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഞാനിവിടെ കാണുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് ചായക്കായിട്ടുള്ളൊരു ഷോപ്പാണ്. ടീ മെനു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലഷ്, സെക്കൻഡ് ഫ്ലഷ്, പിന്നെ കുറേ ടൈപ്പ് ഓഫ് ടീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് നോക്കും, ഇവിടെ പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോട്ട്സിലാണ് കിട്ടുന്നത്. അപ്പം ഇത് നോക്കി ഇതിൻ്റെ റേറ്റൊക്കെ നോക്കി പോകുന്നത്. ഇവിടെ എൻ്റെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്നൊരു ചങ്ങായി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ ചായേൻ്റെ ഒരു ഡാർജിലിംഗ് പ്രോപ്പർ ചായ കുടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മളെ സാധാരണ നമുക്ക് കിട്ടുന്ന ആസാമി ചായ പോലെയല്ല, ഇവിടെയുള്ള ചായ പൊതുവെ കുറച്ച് ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡൈല്യൂട്ട് ആവും. അങ്ങനെയല്ല ഇവിടെ പ്രോപ്പറായിട്ട് കുടിക്കേണ്ടത്. പ്രോപ്പർ ഡാർജിലിംഗ് ടീ ബ്ലാക്ക് ടീ ആയിട്ടാണ് കിട്ടുന്നത്. അതും ഈ ഫസ്റ്റ് ഫ്ലഷ്, സെക്കൻഡ് ഫ്ലഷ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫ്ലഷിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ അത് കുറച്ച് വൃത്തികേടാവും. സെക്കൻഡ് ഫ്ലഷിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ചായ കിട്ടുക, അതിൻ്റെ അകത്ത് ഇച്ചിരിയും കൂടി ഷുഗർ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ടീ ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ, ചായ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരെനിക്ക് ചായ കൊണ്ട് തന്നിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കപ്പ് കൊണ്ട് തന്നു. ഇത് ഇവർ പോട്ടിലാണ് സെർവ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് പോട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിനി ഇതിൻ്റെ അകത്തുള്ള ചായപ്പൊടിയൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവരിത് കൊണ്ട് വെച്ചേ ഉള്ളൂ, അത് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുടിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ടൈം നോക്കാൻ വേണ്ടിയിട്ട് ഇവരെനിക്കിതാ ഇതും തന്നിട്ടുണ്ട്, അവർ ഗ്ലാസ്. ഇത് 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്. ഇപ്പോൾ 3 മിനിറ്റിൻ്റെ ഈ ബ്ലൂ കളർ സാൻഡ് ഫില്ലാവുന്ന സമയത്ത് ഞാൻ ഇതെടുത്ത് സെർവ് ചെയ്ത് കുടിക്കുന്നതാണ്. അങ്ങനെ ചായയൊക്കെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്, കുടിച്ചോട്ടെ. ഷേഴ്സ് ഫ്രം ഡാർജിലിംഗ്. പഞ്ചസാര ഇട്ടിട്ടില്ല, അത് ഞാൻ ഇങ്ങനെ ഒന്ന് കുടിച്ചോട്ടെ. പൊളിപ്പോയി. കുടിക്കബിളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മധുരമില്ലാണ്ട് നമുക്ക് എന്താ ആഘോഷം. എൻ്റെ മോനെ, പഞ്ചസാര ഇട്ടപ്പോൾ സെറ്റ്, അടിപൊളി ചായ. സംഭവം നല്ല ലൈറ്റാണ് കേട്ടോ, നല്ല ലൈറ്റ് ചായയാണ്. എനിക്കൊരു ഇച്ചിരിയും കൂടി കിടപ്പുണ്ടായിരുന്നത് നല്ലതായിരുന്നു, പക്ഷെ രക്ഷയില്ല, അടിപൊളി ചായ. ചായ തീർന്നു. ഇല്ല, അത്ര റീസണബിൾ അല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര പ്രീമിയം ആയിട്ടുള്ളൊരു ഷോപ്പിന് ഇത്രയെങ്കിലും ബില്ല് വേണ്ടേ. ഇതിപ്പം വഴിയരികിൽ കണ്ട ഒരു ടേസ്റ്റി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധാരണ തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പിലെ ഡാർജിലിംഗ് ഫ്ലേവേർഡ് ടീ. ഇനി ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നും കൂടി നോക്കട്ടെ. ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. ഇങ്ങനെ നല്ല നോക്കട്ടെ, നല്ല ഡിഫറൻസിൻ്റെ ഫ്ലേവറിന് നല്ല സ്ട്രോങ് ആണ്. പുള്ളി എന്നോട് പ്രത്യേകം എടുത്ത് ചോദിച്ചു മധുരം ഇടണമെന്ന്. ഇവിടെ ആരും മധുരം ഒന്നും ഇട്ട് കഴിക്കാറില്ല. ഈ ചായ മധുരം ഇട്ട് കുടിക്കുന്ന ചായ അല്ലാതെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായി. പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഇതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് പഞ്ചസാര ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. കൊള്ളാം, വേറെ തന്നെ ഒരു ടേസ്റ്റ്. പനിയൊക്കെ വന്നാൽ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചായ.